ചാപ്റ്ററിന്റെ പേരെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഈ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. തുല്യ ത്രികോണങ്ങൾ, രണ്ട് ത്രികോണങ്ങൾ. ഇപ്പൊ മിസ് രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കുകയാണ്. രണ്ട് ത്രികോണങ്ങൾ മിസ് ഇപ്പൊ വരച്ചു. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യങ്ങളാണ്, തുല്യമാണ്, ഈക്വൽ ആണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുമോ? അതിനൊക്കെ ഒരു അടിസ്ഥാനം വേണം അല്ലെ, അതിനൊരു ബേസിക് വേണം. അപ്പൊ അതെന്താണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ രണ്ട് ത്രികോണങ്ങള് തുല്യങ്ങളാണ്, ഈക്വൽ ആണ് എന്ന് പറയുന്നത്, അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിന് 3 ക്രൈറ്റീരിയസ് ആണുള്ളത്. ഈ ത്രികോണങ്ങൾ രണ്ടെണ്ണം തുല്യങ്ങളാണെന്ന് പറയാൻ 3 ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയാസ് ആണുള്ളത്. അതൊക്കെയാണ് മിസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. SSS ക്രൈറ്റീരിയ, SAS ക്രൈറ്റീരിയ ആൻഡ് ASA ക്രൈറ്റീരിയ. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് SSA ക്രൈറ്റീരിയ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് SSS ക്രൈറ്റീരിയ അഥവാ സൈഡ് 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 ക്രൈറ്റീരിയ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? രണ്ട് ത്രികോണങ്ങൾ തുല്യങ്ങളാകാനുള്ള ക്രൈറ്റീരിയാസില് ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് SSS ക്രൈറ്റീരിയ. അപ്പൊ മിസ് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ എടുത്തിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ഒരു ത്രികോണവും PQR എന്ന് പറയുന്ന ത്രികോണവും. SSS ക്രൈറ്റീരിയയിൽ പറയുന്നത് ഇതാണ്, അതായത് രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളുടെ അളവുകൾ. ഇവിടെ നോക്കിക്കേ, ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ മെഷർമെന്റ്സ് ഏതൊക്കെയാണ്? 5 സെന്റിമീറ്റർ ഉണ്ട്, 4 സെന്റിമീറ്റർ ഉണ്ട്, 3 സെന്റിമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ PQRലും എങ്ങനെയാണ്? 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഈ മെഷർമെന്റ്സ് ഒന്ന് നോക്കിക്കേ നിങ്ങള്, രണ്ടും സെയിം അല്ലേ? അപ്പോ SSS ക്രൈറ്റീരിയയില് പറയുന്നത് ഇതാണ്, ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളോട് സെയിം ആണ് എങ്കിൽ എന്ത് പറയാം? രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ആണ്, തുല്യങ്ങളാണ് എന്ന് പറയാം. ഇതാണ് SSS ക്രൈറ്റീരിയയില് പറയുന്ന കാര്യം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇനി ഈ SSS ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇവിടെ പറയുന്ന ഇങ്ങനെയാണ്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നോക്കിക്കേ, AB എന്ന് പറയുന്ന വശം നോക്കുക. AB എന്ന് പറയുന്ന സൈഡ് നമ്മൾ എടുത്തു. AB എന്ന് പറയുന്ന മെഷർമെന്റ് എന്തായിരുന്നു? 5 സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ? ഇവിടെ PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഏതാണ് ABക്ക് തുല്യമായിട്ടുള്ള വശം? 5 സെന്റിമീറ്റർ വന്നിരിക്കുന്നത് RQ ആണ്, അല്ലെങ്കിൽ QR ആണ്. അപ്പോ AB എന്ന് പറയുന്ന വശം QR എന്ന് പറയുന്ന വശത്തിനോട് ഈക്വൽ ആണ്. നമ്മൾ നോക്കേണ്ടത് ഇതാണ്, ABക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ് എന്ന് നോക്കുക. ഏതാണ് ആംഗിള്? ആംഗിൾ C ആണ്. അതുപോലെ തന്നെ QRന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണെന്ന് നോക്കുക. ഏതാണ്? ആംഗിൾ P ആണ്. ഇവിടെ പറയുന്ന ഇങ്ങനെയാണ്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അതായത് ആംഗിൾ C ഇസ് ഈക്വൽ ടു ആംഗിൾ P ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇതാണ് SSS ക്രൈറ്റീരിയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മിസ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. കോൺ C എന്ന് പറയുന്നത് P-നോട് ഈക്വൽ ആണ്. ഇതുപോലെ തന്നെ BC എന്ന് പറയുന്ന വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ A. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, BCക്ക് തുല്യമായിട്ടുള്ള വശം ഏതാണ്? ഇവിടെ 4 സെന്റിമീറ്റർ വന്നിരിക്കുന്ന PR ആണ്. PRന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? Q ആണ്. അതായത് ആംഗിൾ Aയും ആംഗിൾ Qവും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ Bയും ആംഗിൾ Rഉം ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് SSS ക്രൈറ്റീരിയ എന്ന് മനസ്സിലായോ? അപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞ കാര്യത്തെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാട്ടോ. എങ്ങനെയാണെന്ന് നോക്കിക്കേ, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്താണെന്നാ പറയുന്നേ? തുല്യമാണ്. ഇതല്ല ഇപ്പൊ മിസ് പറഞ്ഞ കാര്യം.
ഇപ്പൊ SSS ക്രൈറ്റീരിയയും അതിന്റെ പ്രത്യേകതയും നമ്മൾ കണ്ടു. ഇത് ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കിക്കേ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പൊ നമുക്കിവിടെ 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ത്രികോണം? ABC എന്ന് പറയുന്ന ത്രികോണവും PQR എന്ന് പറയുന്ന ത്രികോണവും. ഇങ്ങനെ 2 ത്രികോണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ സൈഡ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, മാച്ചിങ് ആയിട്ടുള്ള ആംഗിൾസ്, അതിന്റെ പേരുകൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അതായത് ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ളതിനെ എടുത്തെഴുതുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 2 ത്രികോണങ്ങളൊന്ന് നോക്കിക്കേ. ഇവരുടെ വശങ്ങളെ പറ്റി എന്ത് പറയാം? AB എന്ന് പറയുന്ന സൈഡ് നമ്മൾ എടുത്തു. AB എന്ന് പറയുന്ന സൈഡിന് എന്താ പ്രത്യേകത? 6 സെന്റിമീറ്റർ ആണ് അതിന്റെ മെഷർമെന്റ് അല്ലെ, അളവ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. PQRല് 6 സെന്റിമീറ്റർ ഉള്ള ഒരു വശം ഇല്ലേ? നോക്കിക്കേ, PR എന്ന് പറയുന്ന വശം അല്ലെ. അപ്പൊ AB എന്ന് പറയുന്ന സൈഡ് എന്തിനോട് ഈക്വൽ ആണ്? PR-നോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ AC എന്ന് പറയുന്ന വശം എടുക്കാം. അതിന്റെ മെഷർമെന്റ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇവിടെയും 4 സെന്റിമീറ്റർ മെഷർമെന്റ് വരുന്ന സൈഡ് ഉണ്ട്. ഏതായിരുന്നു? RQ ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? AC എന്ന് പറയുന്നത് RQ-വിനോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി BC എന്ന് പറയുന്ന വശം എടുക്കാം. അതിന്റെ മെഷർമെന്റ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇവിടെയും 5 സെന്റിമീറ്റർ വരുന്നത് PQ എന്ന് പറയുന്ന സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? BC എന്ന് പറയുന്നതും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്താ കിട്ടിയേ? ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ PQR എന്ന് പറയുന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളോട് സെയിം ആണ്, ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ക്രൈറ്റീരിയയിൽ ഏത് ക്രൈറ്റീരിയ ആയിരുന്നു? SSS ക്രൈറ്റീരിയ. ഓക്കെ, ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പൊ SSS ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ 2 ത്രികോണങ്ങളും തുല്യങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി 2 ത്രികോണങ്ങൾ തുല്യങ്ങളാണ് എങ്കിൽ SSS ക്രൈറ്റീരിയയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ കണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രത്യേകത? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യങ്ങളാണ്. ഓക്കെ, അതായത് ഇവിടെ AB എന്ന് പറയുന്ന വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ C. ആംഗിൾ സിയും അതോടൊപ്പം തന്നെ 6 സെന്റിമീറ്റർ ഇവിടെ വരുന്നത് PR ആണെന്ന് പറഞ്ഞു. PR-ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ Q. അപ്പോ ആംഗിൾ Qവും ആംഗിൾ സിയും എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, 4 സെന്റിമീറ്റർ അതായത് AC-ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ B ആണ്. ഇവിടെ 4 സെന്റിമീറ്റർ ആയിട്ടുള്ള RQ-ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ P ആണ്. നമുക്ക് എന്ത് പറയാം? ആംഗിൾ Bയും ആംഗിൾ Pയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ നോക്കാം. ഏതായിരുന്നു? ആംഗിൾ A ആണ്. ഇവിടെ 5 സെന്റിമീറ്റർ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ R ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ Aയും ആംഗിൾ Rഉം ഈക്വൽ ആണ്, സെയിം ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതായിരുന്നില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? മാച്ചിങ് ആയിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻ ദ ട്രയാങ്കിൾ ബിലോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. AB എന്ന് പറയുന്ന വശവും QR എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്ന വശം ഏതാണ്? ഇതാണ്. QR എന്ന് പറയുന്ന വശം ഏതാണ്? ഇതാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് മിസ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് കാണിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ BC എന്ന് പറയുന്ന വശവും RP എന്ന് പറയുന്ന വശവും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മിസ് ഇതിനെ 2 ലൈൻ വരക്കാണ്. BC എന്ന് പറയുന്ന വശവും RP എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ്. അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? CA എന്ന് പറയുന്ന വശവും, CA ഏതാണ്? ഇതാണ് അല്ലെ. ഇനി PQ എന്ന് പറയുന്ന വശം ഏതാണ്? ഇതാണ്. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഇത് നോക്കിക്കേ. കമ്പ്യൂട്ട് ആംഗിൾ C ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? C എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ് എന്നാണ് നമ്മുടെ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
PQR എന്ന് പറയുന്ന ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ സി എന്താണെന്നാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്തായിരുന്നു ആംഗിൾ സം പ്രോപ്പർട്ടി? നോക്കിക്കേ, മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കിയേ, സം ഓഫ് ദ ആംഗിൾസ് ഇൻസൈഡ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഒരു ത്രികോണത്തിന്റെ അകത്തുള്ള എല്ലാ കോണുകളും ആംഗിൾസും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതാണ് ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പോ ഈ ആംഗിൾ സം പ്രോപ്പർട്ടി മിസ് ട്രയാങ്കിൾ ABC കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ആംഗിൾ സം പ്രോപ്പർട്ടി വഴിയായിട്ട് നമുക്ക് കിട്ടുന്നതാണിത്. ഇനി ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 40 ഡിഗ്രി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുവന്ന് ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? സി എന്ന് പറയുന്ന ആംഗിള് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മിസ്സോട് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഇതാണ് നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി വഴിയായിട്ട് കിട്ടിയ കാര്യം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? 80 ഡിഗ്രി ആണ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആംഗിൾ സി കണ്ടുപിടിച്ചു. ഇനി PQR എന്ന് പറയുന്ന ആംഗിൾസ് ഒക്കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മള് SSS ക്രൈറ്റീരിയ ഇവിടെ കൊണ്ടുവരുവാണ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ABC ട്രയാങ്കിൾ ABCയിലെ എല്ലാ വശങ്ങളും അതിന്റെ അളവുകൾ ട്രയാങ്കിൾ PQRലെ എല്ലാ വശങ്ങളുടെയും അളവുകളോട് സെയിം ആണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സൈഡ്സ് എല്ലാം ഈക്വൽ ആണ് എങ്കിൽ SSS ക്രൈറ്റീരിയ വഴിയായിട്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസും തുല്യങ്ങളാണ്, തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പോ അതിനകത്ത് നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ ആണ് ഈക്വൽ സൈഡിന്, തുല്യവശങ്ങൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിരെ കിടക്കുന്ന വശങ്ങൾ, കോണുകൾ എന്തായിരിക്കും? തുല്യങ്ങളായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ AB എന്ന് പറയുന്ന വശവും QR എന്ന് പറയുന്ന വശമായിരുന്നു ഈക്വൽ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ സിയും പിന്നെ ഈ വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ P ആണ്. ആംഗിൾ സിയും ആംഗിൾ Pയും എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ BC എന്തിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിരിക്കുന്നത്? RPനോട് ഈക്വൽ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? 40 ഡിഗ്രി, അതായത് ആംഗിൾ A ആണ്. ഓക്കെ, ഇനി ഇവിടെ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന എന്താണ്? ആംഗിൾ Q ആണ്. ഓക്കെ, ആംഗിൾ Q ആണ്. ഇനി അടുത്തത് നോക്കിക്കേ, CA എന്ന് പറയുന്ന വശമാണ് തന്നിരിക്കുന്നത്. CA എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? PQനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ B ആണ്. ഇവിടെ PQന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ R ആണ്. ഇത് തുല്യങ്ങളാണ് നമുക്ക് കിട്ടി. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ആംഗിൾ A നമുക്കറിയാം, ആംഗിൾ B അറിയാം, ആംഗിൾ സിയും നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് കൊടുത്താൽ മതി. നമ്മുടെ ആൻസർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, ആംഗിൾ P എന്ന് പറയുന്നത് നമുക്ക് 80 ഡിഗ്രി ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ Q എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് കിട്ടും. ആംഗിൾ R എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? 60 ഡിഗ്രി ആണ് എന്നും നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആൻസറും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇൻ ദ quadrilateral ABCD shown below, AB equal to AD, BC is equal to CD. അപ്പൊ നമുക്ക് താഴെ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് ഫിഗറിൽ കാണാം, ഒരു ചതുർഭുജം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ചതുർഭുജത്തിലെ രണ്ട് ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാലോ. ഇനി അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. AB എന്ന് പറയുന്ന സൈഡും AD എന്ന് പറയുന്ന സൈഡും എന്താണെന്ന് തന്നിരിക്കുന്നത്?
ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മിസ് ഇങ്ങനെ ഒരു റെഡ് കളർ വെച്ച് മാർക്ക് ചെയ്തു. ഇനി ബി സി എന്ന് പറയുന്ന സൈഡ് ഗ്രീൻ കളറിൽ മിസ് കാണിച്ചിട്ടുണ്ട്. സി ഡി എന്ന് പറയുന്ന വശവും എന്താണ്, ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് ത്രികോണങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള വശമല്ലേ ഈ വശം, അല്ലെ? അപ്പൊ അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈക്വൽ അല്ലേ രണ്ട് ത്രികോണത്തിനും, അല്ലെ? രണ്ട് ത്രികോണങ്ങൾക്കും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ സി എന്ന് പറയുന്ന സൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളിലും കാണാൻ പറ്റുന്നത് എന്താണ്, നമ്മുടെ SSS ക്രൈറ്റീരിയ വഴിയായിട്ട് ADC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളുടെയും അളവുകൾ എന്തിനോട് ഈക്വൽ ആണ്, ത്രികോണം ABCനോട്, ABCയിലെ എല്ലാ വശങ്ങളുടെയും അളവുകളോട് എന്താണ്, ഈക്വൽ ആണ്, തുല്യമാണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ SSS ക്രൈറ്റീരിയ വഴിയായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ആണ്, തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ അവർ ചോദിച്ചേക്കണെന്ന് നോക്കിക്കേ. കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്, എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിനി എന്തൊക്കെയാ കണ്ടുപിടിക്കാനുള്ള, കോൺ ഡി നമുക്ക് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ BAC എന്ന് പറയുന്ന കോൺ നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെന്താ കണ്ടുപിടിക്കാനുള്ള, ഈ കോണും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, അതുപോലെ ഇതും. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് ത്രികോണങ്ങൾ എന്താണ്, സമങ്ങളാണ്, തുല്യങ്ങളാണ്, അല്ലെ? തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം, തുല്യ ത്രികോണങ്ങളാണ് എങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചായിരുന്നു, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്താണെന്ന് മിസ് പറഞ്ഞേ, തുല്യമാണ്, ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് AB എന്ന് പറയുന്ന വശം എടുത്തു. ABക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്, ആംഗിൾ C ആണ്. C മീൻസ് എങ്ങനെയാ വരുന്നത്, ആംഗിൾ BCA ആണ്. എന്തിനു ഓപ്പോസിറ്റ് കിടക്കുന്നേ, AB എന്ന് പറയുന്ന വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ. ഇനി AB എന്ന് പറയുന്ന വശം എന്തിനോട് ഈക്വൽ ആണെന്നാ പറഞ്ഞേ, ADയോട് ഈക്വൽ ആണ്. ഈ ADക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്, ഈ ആംഗിൾ അല്ലേ, അതായത് ആംഗിൾ DCA ആണ്, ഈ ആംഗിൾ ആണ് അല്ലെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് പറയാം, ഈക്വൽ ആണ് എന്ന് പറയാം. SSS പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് ആംഗിളും എന്താണ്, ഈക്വൽ ആണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ആംഗിൾ BCA എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, BCA നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 50 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ആംഗിൾ DCAയും എന്ത് തന്നെ ആയിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും. DCA എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 50 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ആംഗിൾ അല്ലേ കണ്ടുപിടിക്കാനുള്ള. അപ്പോ ഈ ട്രയാങ്കിൾ ADC നമ്മൾ കൺസിഡർ ചെയ്യാം. ഏതാണ്, ട്രയാങ്കിൾ ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ ട്രയാങ്കിളില് നമുക്ക് രണ്ട് ആംഗിൾസ് അറിയാം. ഈ മൂന്നാമത്തെ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആംഗിൾസം പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യാണ്. അപ്പൊ ആംഗിൾസം പ്രോപ്പർട്ടി വഴിയായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള എല്ലാ ആംഗിൾസിന്റെയും സം എടുത്ത് എന്താ കിട്ടുന്നത്, 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോ അത് വെച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താ കിട്ടുന്നത്, 30 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട് അല്ലെ, 30 ഡിഗ്രി പ്ലസ് പിന്നെ ഏതാ ഉള്ള 50 ഡിഗ്രി ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആംഗിൾ D ആണ് എന്താ വേണ്ടതെന്ന്. ഓക്കെ, ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ D നമുക്ക് കിട്ടും. അപ്പൊ അത് മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ആംഗിൾ CAD എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, നോക്കിയേ, ആംഗിൾ CAD ഇത് 30 ഡിഗ്രി ആണ്. ഇത് ഏതിന് ഓപ്പോസിറ്റ് കിടക്കുന്നതാ, CD എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ്. CD എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞേ, BC എന്ന് പറയുന്ന സൈഡിനോട് ഈക്വൽ ആണ്. BCക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്, ഈ ആംഗിൾ ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ് നമുക്ക് പറയാം, ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുവഴിയായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്,
ആംഗിൾ സി എ ഡി എന്ന് പറയുന്നത് ആംഗിൾ ബി എ സിനോട് ഈക്വൽ ആണ്. അത് 30 ഡിഗ്രി ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് 50 ഡിഗ്രി ആണ് ആംഗിൾ ഡി സി എന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെ ആംഗിൾ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി? 100 ആണ് നമുക്ക് കിട്ടി. ഇനി ആംഗിൾ ഡിയും ആംഗിൾ ബിയുടെയും ഒരു കാര്യം ഒന്ന് എടുത്ത് നോക്കിക്കേ. ഈ വശത്തിന് നോക്കി, എ സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ബി. ഓക്കെ, അതുപോലെ തന്നെ എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ഡി ആണ്. ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ആംഗിൾ ഡിനോട് ഈക്വൽ ആണ്. സോ ഡി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 100 ആണ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയേ? 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? 30 പ്ലസ് 50. 30 പ്ലസ് 50 നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നേ? ഡി എന്ന് പറയുന്ന ആംഗിള് 100 ആണ് എന്ന് കിട്ടുന്നത്. ഇപ്പൊ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ? നമ്മൾ SSS ക്രൈറ്റീരിയ എന്താണെന്ന് കണ്ടു. ഇനി അടുത്ത ക്രൈറ്റീരിയ ആണ് SAS ക്രൈറ്റീരിയ അഥവാ സൈഡ് ആംഗിൾ സൈഡ് ക്രൈറ്റീരിയ. അപ്പോ ഈ ക്രൈറ്റീരിയയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നോക്കിക്കേ, ഇവിടെ 2 ട്രയാങ്കിൾസ് മിസ് എടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, AC എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. AC എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AB എന്ന് പറയുന്ന സൈഡും RQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. AB ഈക്വൽ ടു RQ എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ AB എന്ന് പറയുന്ന വശത്തിനും AC എന്ന് പറയുന്ന വശത്തിനും ഇടയിലുള്ള കോൺ, അതായത് കോൺ A ആണ്. ഈ കോൺ A എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് തന്നിരിക്കുന്നേ? PQ എന്ന് പറയുന്ന വശത്തിനും RQ എന്ന് പറയുന്ന വശത്തിനും ഇടയിലുള്ള കോൺ, അതായത് കോൺ Q. ഇത് രണ്ടും എന്താണെന്ന് തന്നിരിക്കുന്നത്? ഈക്വൽ ആണ് എന്നുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ എന്ത് പറയാന്നാ പറയുന്നേ? ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയേ ഉള്ളൂ? 2 വശങ്ങൾ, ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണിനും ഈക്വൽ ആണ് എങ്കിൽ, തുല്യമാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അതാണ് SAS ക്രൈറ്റീരിയയിൽ പറയുന്നത്. അപ്പൊ ക്രൈറ്റീരിയ എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. നോക്കിക്കോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ 3ാമത്തെ വശങ്ങളും തുല്യമാണ്. അതോടൊപ്പം തന്നെ 2 കോണുകളും എന്തായിരിക്കും? തുല്യങ്ങളായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോ SAS ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ഓഫ് ദ ഫോളോവിങ് ട്രയാങ്കിൾസ്. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ, 2 ത്രികോണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നതിന് മുന്നേ ഈ 2 ത്രികോണങ്ങളൊന്ന് നോക്കിക്കേ. നോക്കിയേ, AB എന്ന് പറയുന്ന സൈഡിന്റെ മെഷർമെന്റ് എന്താണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലെ? ഇവിടെ QR എന്ന് പറയുന്ന സൈഡിന്റെ മെഷർമെന്റ് എന്താണെന്ന് നോക്കിക്കേ, 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് രണ്ടും എന്താണെന്ന് പറയാം? നമുക്ക് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അതായത് എന്താ നമുക്ക് കിട്ടിയത്? AB എന്ന് പറയുന്ന സൈഡും RQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത നോക്കിക്കേ, AC എന്ന് പറയുന്ന സൈഡിന്റെ മെഷർമെന്റ് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ PQ എന്ന് പറയുന്ന സൈഡിന്റെ മെഷർമെന്റ് എന്താണ്? 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? AC എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയ ABയും BC എന്ന് പറയുന്ന സൈഡ് നോക്കുക. അവയ്ക്കിടയിലുള്ള കോണല്ലേ ഈ കോൺ A എന്ന് പറയുന്നത് അല്ലെ? കോൺ A എന്ന് പറയുന്ന അവയ്ക്കിടയിലുള്ള
കോണാണ്. എ ബി എന്ന് പറയുന്ന സൈഡിനും എ സി എന്ന് പറയുന്ന സൈഡിനും ഈക്വൽ ആയിട്ട് വരുന്ന ആ സൈഡ്സിന് ഇടയിലുള്ള കോണാണ് കോൺ എ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ പി ക്യു എന്ന് പറയുന്ന സൈഡിനും ആർ ക്യു എന്ന് പറയുന്ന സൈഡിനും ഇടയിലുള്ള കോണാണ് 40 ഡിഗ്രി. രണ്ടും എന്ത് തന്നെയാണ്? 40 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ അത് രണ്ടും എന്താണെന്ന് നമുക്ക് പറയാം? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ച ക്രൈറ്റീരിയ ഏതായിരുന്നു? SAS ക്രൈറ്റീരിയ ആണ് അല്ലെ. SAS ക്രൈറ്റീരിയ ആണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ ആ ക്രൈറ്റീരിയ വഴിയായിട്ട് ഇവിടുന്ന് എന്ത് കിട്ടി? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണിനോടും തുല്യമാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടിയേ? നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും തുല്യമാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? മാച്ചിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച കാര്യം നോക്കുക. SSS ക്രൈറ്റീരിയയിൽ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ് എങ്കിൽ എന്താ പറഞ്ഞത് നമ്മള്? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് വെച്ചിട്ട് 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണെന്ന് നോക്കിക്കേ. ആംഗിൾ സി ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാണ്? ആംഗിൾ പി ആണ്. ഈ ആംഗിൾ സിയും ആംഗിൾ പിയും എന്താണ് നമുക്ക് പറയാം? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ 7 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് നമുക്ക് പറയാം? ഇവിടെയും 7 സെന്റിമീറ്റർ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ആർ. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയാം? ആംഗിൾ ആറിനോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് ആംഗിൾ എയും ആംഗിൾ ക്യൂവും എന്താണ്? ഈക്വൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ത്രികോണങ്ങളിലെയും മാച്ചിങ് ആയിട്ടുള്ള ആംഗിൾസ് നമുക്ക് കിട്ടിയില്ലേ? ഇതായിരുന്നില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇപ്പൊ നമ്മളിപ്പോ രണ്ട് ക്രൈറ്റീരിയാസ് പഠിച്ചു അല്ലെ. ഇനി ലാസ്റ്റത്തെ ക്രൈറ്റീരിയ ആണ് ASA ക്രൈറ്റീരിയ അഥവാ ആംഗിൾ സൈഡ് ആംഗിൾ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് മിസ് ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കേ, ഇവിടെ മിസ് രണ്ട് ട്രയാങ്കിൾസ് എടുത്തിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ഒരു ത്രികോണവും PQR എന്ന് പറയുന്ന മറ്റൊരു ത്രികോണവും. അങ്ങനെ രണ്ട് ത്രികോണങ്ങളാണ് മിസ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിക്കേ, AB എന്ന് പറയുന്ന സൈഡും PQR എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? AB എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. ഇവിടെ ഒരു സൈൻ കാണിച്ചേക്കുന്നത് കണ്ടില്ലേ, ബ്ലൂ കളറിൽ. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? AB എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്നാണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. CAB എന്ന് പറയുന്ന ആംഗിൾ CAB. ഓക്കെ, ഏതാ ആംഗിള്? ഇതാണ് ആംഗിൾ കേട്ടോ. ഈ ആംഗിളും അതോടൊപ്പം തന്നെ ഇവിടെ നോക്കിക്കേ RPQ എന്ന് പറയുന്ന ആംഗിൾ RPQ എന്ന് പറയുന്ന ആംഗിൾ, ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ CBA, അതായത് ഈ ആംഗിൾ ആണ് കേട്ടോ, ആംഗിൾ CBAയും ഇവിടെ ആംഗിൾ RQP, അതായത് ഇത് ആംഗിൾ RQPയും എന്താണെന്ന് തന്നേക്കുന്നേ? ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ASA പ്രോപ്പർട്ടിയില് ASA ക്രൈറ്റീരിയയില് പറയുന്ന കാര്യം ഇതാണ്. ഇവിടെ പറയുന്നത് ഒരു സൈഡും ആ സൈഡിന്റെ രണ്ട് വശത്ത് കിടക്കുന്ന കോണുകളും ഈക്വൽ ആണ് എങ്കിൽ മറ്റൊരു ത്രികോണത്തിന്റെ ഇതുപോലെ ഒരു വശത്തോടും അതിന്റെ അപ്പുറത്തും കിടക്കുന്ന കോണുകളോടും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് പറയാം. അതാണ് ASA ക്രൈറ്റീരിയയിൽ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് ഒരു വശം മറ്റൊരു വശത്തോട് ഈക്വൽ ആവണം, അതോടൊപ്പം തന്നെ എന്താവണം? ആ ഈക്വലായ വശങ്ങളുടെ അപ്പുറത്തും കിടക്കുന്ന ആംഗിൾസും എന്തായിരിക്കണം? മറ്റേ ത്രികോണത്തിന്റെ ആ വശത്തിന്റെ അപ്പുറത്തും കിടക്കുന്ന ആംഗിളിനോട് ഈക്വൽ ആയിരിക്കണം. ഇതാണ് ASA ക്രൈറ്റീരിയയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക്
പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. നോക്കിക്കേ, ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് പറഞ്ഞേ? രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. അങ്ങനെ തുല്യ ത്രികോണങ്ങളാവണമെങ്കിൽ എന്താ പ്രത്യേകത? എല്ലാ സൈഡും ഈക്വൽ ആവണം, എല്ലാ കോണുകളും ഈക്വൽ ആവണം അല്ലെ? അപ്പൊ എന്തായാ മതി? ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണുകളും തുല്യമാണ്, അതോടൊപ്പം തന്നെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ് എന്ന് നമുക്ക് കിട്ടി. ഇതാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോ ക്ലിയർ അല്ലേ ASA ക്രൈറ്റീരിയ എന്താണെന്ന്? നമ്മളിപ്പോ 3 ക്രൈറ്റീരിയാസ് പഠിച്ചു. ഓക്കെ, അപ്പൊ ചാപ്റ്ററിന്റെ പകുതിയിൽ എത്തി നമ്മള്. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. ASA ക്രൈറ്റീരിയ വരുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഫൈൻഡ് മാച്ചിങ് പെയേഴ്സ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നോക്കിക്കേ, നമ്മളിവിടെ ആദ്യം തന്നെ ഈ രണ്ട് ത്രികോണങ്ങളൊന്ന് നോക്കുക. ഈ രണ്ട് ത്രികോണങ്ങളൊന്ന് നോക്കിക്കേ. ഈ ത്രികോണങ്ങളില് AB എന്ന് പറയുന്ന വശം, AB എന്ന് പറയുന്ന സൈഡ് ഇവിടെ നോക്കിക്കേ RQ എന്ന് പറയുന്ന സൈഡിനോട് ഈക്വൽ അല്ലേ? അല്ലേ? കാരണം എന്താണ്? AB എന്ന് പറയുന്നതിന്റെ മെഷർമെന്റ് അളവ് എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ RQ എന്ന് പറയുന്ന വശത്തിന്റെ അളവ് എന്ത് തന്നെയാണ്? 6 ആണ് അല്ലെ? 6 ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് പറയാം? AB എന്ന് പറയുന്ന സൈഡും RQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ സൈഡിന്റെ രണ്ടറ്റത്തും കിടക്കുന്ന കോണുകളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്താണ് നോക്കിക്കേ? ഒരെണ്ണം 50 ഡിഗ്രിയും ഉണ്ട്, മറ്റൊന്ന് 70 ഡിഗ്രിയും ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ സൈഡിന് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് മീൻസ് എന്താണ്? ഈ സൈഡിന്റെ രണ്ടറ്റത്തും കിടക്കുന്നതാണ് കേട്ടോ മിസ് ഉദ്ദേശിച്ചത്. രണ്ടറ്റത്തും കിടക്കുന്ന കോണുകളൊന്ന് നോക്കിക്കേ. 50 ഡിഗ്രിയും 70 ഡിഗ്രിയാണ്. അത് തുല്യമല്ലേ? ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്ത് കിടക്കുന്ന കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അവയുടെ രണ്ടറ്റത്തും കിടക്കുന്ന കോണുകൾക്കും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് പറഞ്ഞേ? എന്താ പറയാന്നേ? നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച്, നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കിക്കേ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ആംഗിൾ C ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, ആംഗിൾ C നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കിക്കേ. നമുക്കിവിടെ A എന്ന് പറയുന്ന ആംഗിളും തന്നിട്ടുണ്ട്, B എന്ന് പറയുന്ന ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ രണ്ട് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്, മറ്റേ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഏതായിരുന്നു ആ പ്രോപ്പർട്ടി? ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി മിസ് നേരത്തെയും പറഞ്ഞതാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ C എന്ന് പറയുന്നത് കണ്ടുപിടിച്ചൂടെ? എന്താ ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ പറയുന്നത്? കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C is equal to എത്രയാണ്? 180 ഡിഗ്രി എന്നാണ് എന്ത് പറയുന്നത്? ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇവിടെ എയും ബിയും എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ? ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ C കിട്ടും. എന്താണ് നോക്കിയാൽ കിട്ടിയേക്കുന്നേ? ആംഗിൾ C എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 60 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോ നമ്മൾ നേരത്തെ ആ പ്രോപ്പർട്ടിയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ASA പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇങ്ങനെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റേ ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ എന്തായിരിക്കും? ആ നമുക്ക് തരാത്ത കോണുകളും എന്ത് തന്നെയായിരിക്കും? തുല്യങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇല്ലേ? ഇത് നോക്കിക്കേ, കണ്ട മൂന്നാമത്തെ കോണുകളും തുല്യമാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആംഗിൾ C എത്രയാണെന്ന് കിട്ടിയേ? 60 ഡിഗ്രി ആണെന്നാണ് നമുക്ക് കിട്ടിയേ. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ P എന്ന് പറയുന്നതും 60 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ്, നോക്കിക്കേ, തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമാണ്. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും എന്താണെന്നാ പഠിച്ചേ? തുല്യമാണ് എന്നാണ് പഠിച്ചത് അല്ലെ? നമ്മള് SSA പ്രോപ്പർട്ടിയിൽ എന്തായിരുന്നു പഠിച്ചേ?
ആ പ്രോപ്പർട്ടി ക്രൈറ്റീരിയൻ പറയുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ പറയുന്നത് എന്താ? തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 50യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണെന്ന് നോക്കിക്കേ. BC എന്ന് പറയുന്ന സൈഡാണ്. അതുപോലെ തന്നെ ഇവിടെ 50യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? PQ ആണ്. അപ്പൊ BCയും PQവും നമുക്ക് എന്താണെന്ന് പറയാം? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ 70ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണെന്ന് നോക്കാം. ഏതാ സൈഡ്? AC ആണ്. ഈ ACയും ഇവിടെ 70ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സൈഡ് ഏതാണ്? PR ആണ്. അത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നോക്കിക്കേ, 60ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? AB ആണ്. AB എന്ന് പറയുന്ന സൈഡും ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? RQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടുപിടിച്ചില്ലേ? AB എന്ന് പറയുന്നത് QR-നോട് ഈക്വൽ ആണ്, BC എന്ന് പറയുന്നത് PQ-നോട് ഈക്വൽ ആണ്, AC എന്ന് പറയുന്നത് PR-നോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 3 പ്രോപ്പർട്ടീസ് കണ്ടു അല്ലെ, 3 ക്രൈറ്റീരിയാസ് കണ്ടു അല്ലെ. 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാകാനുള്ള 3 ക്രൈറ്റീരിയാസ്, 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഈ 3 കണ്ടീഷൻസും ക്ലിയർ അല്ലേ എല്ലാവർക്കും? പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.